ഹായ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ മുന്നേ പറഞ്ഞ ദുരനുഭവം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പം ഞാൻ അവിടെ ആ ഒരു സംഭവത്തിൻ്റെ സംസാരം കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയായിട്ട് നടക്കുമായിരുന്നു കറഞ്ഞിട്ട്. അപ്പോൾ ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് ചേട്ടന്മാർ വന്ന് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് കിക്കർ അടിച്ചു തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ ജീപ്പ് നിർത്തിയിട്ട് എനിക്ക് ഒരാൾ വന്ന് കിക്കർ അടിച്ചു തന്നു. അപ്പോഴത്തേക്കും വേറെ ചേട്ടന്മാരൊക്കെ നിർത്തി എൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് ഞാൻ കാര്യം പറയുമായിരുന്നു, എന്നെ പോലെ സംഭവം ഉണ്ടായെന്ന് പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അതുവഴി പാസ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നൂർജഹാനല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ സെൻറ്റ് സ്ക്വയർ മാളിൽ വർക്ക് ചെയ്താണ് കൊറോണയുടെ ടൈമിൽ. അപ്പോൾ അങ്ങനെ അവൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അവൻ എന്നോട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. ഞാൻ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവൻ അവിടെ അനിയത്തിമാരായിട്ട് പള്ളി കഴിഞ്ഞ് പോകുമായിരുന്നു. ആ സമയത്താണ് എന്നെ കണ്ടത്. അങ്ങനെ അനിയത്തിമാരെ ആക്കിയിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് വാങ്ങിക്കണം, അത് കഴിഞ്ഞിട്ട് വേണം പോലീസ് സ്റ്റേഷനിൽ പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അനിയത്തിമാരാക്കി. അപ്പോൾ ഞങ്ങൾ ഹെൽമെറ്റ് വാങ്ങിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് നാളെ രാവിലെ 10 മണിക്ക് ആ പുള്ളീനെ വിളിപ്പിക്കാൻ വേണ്ടി സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ഇന്ന് ജെഫിൻ്റെ വീട്ടിൽ നിർത്താൻ പറഞ്ഞു തന്നെ. ഞാൻ ജെഫിനും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ജെഫിൻ്റെ വീട്ടിലാണ് നിന്നത്. എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും 10:30 മണിയായി ഞാൻ സ്റ്റേഷനിൽ എത്തിയത്. കാരണം എന്ന് വെച്ചാൽ കിക്കറും വണ്ടിയുടെ സെൽഫ് കംപ്ലൈൻ്റ് ആയി. അപ്പം എനിക്ക് കിക്കറൊന്നും ചവിട്ടാൻ പറ്റത്തില്ല. അപ്പം ജെഫിനൊക്കെ ഓൾറെഡി വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവരും. അപ്പം ഒരു വിധത്തിൽ ജെഫിൻ്റെ അനിയത്തി കിക്കർ അടിച്ചാൽ വന്ന് അങ്ങനെ ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ ഈ കയ്യാത്ത ഇതൊക്കെ വെച്ചിട്ട് ഞാൻ വണ്ടിക്ക് ഞാൻ പോയി. എൻ്റെ വണ്ടിക്ക് തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്കും പുള്ളി വന്നിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാർ അങ്ങനെ അയാളെ വിളിച്ചപ്പോൾ അയാൾ എവിടെയോ സ്ഥലത്തല്ല, ഇച്ചിരി ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എത്തിയത് 10:30, പുള്ളി എത്തിയത് 12 മണിക്ക്. അപ്പം തന്നെ ഭയങ്കര ഒരു ഇതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിനോട് റെസ്പെക്റ്റ് കാണിക്കണേ നമ്മൾ. ഇപ്പം നമ്മളോട് ഒരു ടൈമിൽ വരാൻ പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചല്ലല്ലോ പോകേണ്ടത്, അവർ പറയുന്ന സമയത്തായിരിക്കേണ്ടത് നമ്മൾ പോകേണ്ടത്. ഈ പുള്ളി ചെയ്തത് 12 മണിക്ക് വന്നു, ഞാൻ 10:30 വന്നു. അങ്ങനെ അത്രയും നേരം ഞാൻ അവിടെ വെറുതെ ഇരുന്ന്. അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പോലീസുകാർ. കേസാക്കണ്ട എന്നുള്ള ലെവലിലൊക്കെ കുറേ സംസാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ എന്നോടുള്ള ഒരു ഇത് കൊണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് കേസാക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, മീൻസ് വലിയ ഇതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, എന്തോ അറിയില്ല. നോർമലായിട്ട് തന്നെ എല്ലാവരും സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളി 12 മണിക്ക് വന്ന് ഒത്തുതീർപ്പാക്കണ്ടോ എന്ന് ചോദിച്ച് പുള്ളി ഒത്തുതീർപ്പ് 2000 പറഞ്ഞു. ഞാൻ പറഞ്ഞു 2000 പറ്റത്തില്ല, എനിക്ക് 5000 വേണമെന്ന്. കാരണം എനിക്കിപ്പോൾ ഈ ആക്സിഡൻറ്റ് ഇതൊക്കെ മാറാൻ 1.5 ആഴ്ച പിടിക്കും, അത്രയും ടൈം പിടിക്കും. ഇപ്പം തന്നെ 4 ദിവസമായിട്ട് എന്ത് കണ്ടില്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞു എനിക്ക് ഒരാഴ്ച എന്തായാലും വർക്കിന് പോകാൻ പറ്റത്തില്ല. അപ്പം എനിക്കൊരു 5000, ഒരു ദിവസം വർക്കിന് പോയാൽ 1000 രൂപ കിട്ടും. അതേ കണക്ക് ഒരു 5000 വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ന്യായമായിട്ടുള്ള കാര്യം, വണ്ടിയുടെയോ എനിക്ക് പറ്റിയതിനോ ഒന്നും വേറെ എക്സ്ട്രാ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ആ വർക്കിന് പോയി എനിക്ക് കിട്ടണം. അന്ന് ആ സമയത്താണെങ്കിൽ എനിക്ക് വാടകയുണ്ട്, എനിക്ക് ലോണുണ്ട്, കാര്യങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് അവർക്ക് അറിയണം എന്നില്ല, അവർക്ക് അറിയേണ്ട ആവശ്യവും ഇല്ല. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊക്കെ നഷ്ടമായില്ലേ. ഇപ്പം എനിക്ക് ഈ ആക്സിഡൻറ്റ് ഞാൻ ഉണ്ടാക്കിയ ആക്സിഡൻ്റ് അല്ല, പുള്ളിയുടെ അശ്രദ്ധ മൂലം ഉണ്ടായ ആക്സിഡൻറ്റ്. അപ്പോൾ പുള്ളിയല്ല ഇതിന് സമാധാനം പറയേണ്ടത്, നിങ്ങളാ എന്നൊന്ന് പറയും. അങ്ങനെയല്ല, അതല്ല അതിൻ്റെ ഒരു ശരി പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് അത് കഴിഞ്ഞ് പുള്ളി സമ്മതിക്കണില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കേസാക്കാം സാറേ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു, എന്താണ് വനിതാ പോലീസ്. പുള്ളി ചോദിച്ചു കേസാക്കുവാണെങ്കിൽ വല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് പറയുവാണ്, ഈ കേസാക്കുവാണെങ്കിൽ ഒന്നും ഉണ്ടാവൂല, ആ മറ്റേ പറഞ്ഞ എമൗണ്ടിനെ കാട്ടി പകുതി എമൗണ്ട് കൊടുത്താൽ മതി കോടതിയിൽ എന്ന് പറഞ്ഞ് അത്ര നിസ്സാരമായിട്ട് സംസാരിച്ച്. ഒരു പെൺകുട്ടിയാണ് ഈ ഒരു സ്ഥാനത്ത് നിൽക്കണമെന്ന് പോലും അവർ ചിന്തിച്ചിട്ടില്ല. ശരി, പെൺകുട്ടിക്കും ആൺകുട്ടിക്കും വേർതിരിവൊന്നുമില്ല. എന്നിരുന്നെങ്കിൽ പോലും ഒരു കൊച്ചിയിലുള്ള എനിക്ക് ഇടുക്കിയിൽ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ചെന്നിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു പരിഗണന പോലും ആരും നമുക്ക് തന്നിട്ടില്ല. എന്നിട്ട് നിസ്സാരമായിട്ട് പറയുക, അത്രേ ഉള്ളൂ, 2000 രൂപയാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞ ആ പൈസയുടെ പകുതി പൈസ 1000 രൂപ അത്രേ ആവത്തുള്ളൂ എന്ന് നിസ്സാരമായിട്ട് അത് പറഞ്ഞവർ അത് അത്ര ആക്കി. അങ്ങനെ അയാൾക്കും എന്ത് ഒരു പേടിയിലൊന്നുമില്ല. ആള് കേസ് കൊടുത്താൽ അപ്പോൾ കേസ് ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആള് ഓക്കെ വെച്ച് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ മൊഴി എടുക്കേണ്ട. അപ്പോൾ കേസ് കൊടുക്കുകയാണല്ലോ, അപ്പോൾ മൊഴി എടുക്കുന്ന സ്ഥലം ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ കറണ്ട് പ്ലേസ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടുത്തെ പോസ്റ്റ് ഓഫീസ്, അവരെന്നോട് പോസ്റ്റ് ഓഫീസും വില്ലേജ് ഓഫീസും. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും അറിയാൻ പാടില്ല, എനിക്ക് ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ അഡ്രസ്സിലുള്ള പ്രൂഫിലുള്ള അഡ്രസ്സിലാണ് എനിക്ക് ആധാറും പിന്നെ എല്ലാം എൻ്റെ പ്രൂഫിലല്ല, എൻ്റെ പെർമനന്റ് അഡ്രസ്സാണ്. ആ അഡ്രസ്സിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവിടത്തേക്കാണ് എനിക്കെല്ലാം പോകേണ്ടത്. മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും മട്ടാഞ്ചേരി പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും എല്ലാം എനിക്ക് അങ്ങനെയാണ് പോകേണ്ടി വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ അടുത്ത് എന്നിട്ട് എന്നോട് ചോദിക്കുക, വനിതാ പോലീസ് ചോദിക്കുക എത്രാം ക്ലാസ് വരെ പഠിച്ച്.
അപ്പൊ ഞാൻ പറഞ്ഞു +2. അപ്പൊ പറയാ ഇത്രയും വെറുതെ അല്ല, ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസം ഇല്ല എന്നിട്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ അവർ കളിയാക്കി. എന്നെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്ത് അവരെല്ലാരും കൂടി, വനിതാ പോലീസും ബാക്കിയുള്ള സാർമാരൊക്കെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. എനിക്ക് സ്ഥലം അറിയില്ല, വിവരമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പൊ തിരിച്ചു ഞാൻ പറഞ്ഞു, വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് എന്താ ഇവിടെ കേസ് കൊടുക്കണ്ടേ? മനസ്സിലായോ? ഞാൻ അങ്ങനെ ചോദിച്ചു, ഞാൻ പ്രതികരിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതൊക്കെ ഇപ്പൊ പോലീസ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മളെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റ് കേട്ടോണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എന്നെ ഒരാള് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, ശരി, നമുക്ക് കാര്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഓക്കെ കേട്ടിരിക്കാം. പിന്നെ അത് ഇവര് പറഞ്ഞ് അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും അവരെ പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്, ഈ സമൂഹത്തിലുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അങ്ങനെ അവരത് അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല സാർമാർക്ക് നല്ല വിവരവും വിദ്യാഭ്യാസം ഉണ്ടല്ലോ, സാർമാർക്ക് അറിയാൻ പാടില്ലേ അവിടുത്തെ വില്ലേജ് എന്താ, അവിടുത്തെ പോസ്റ്റ് ഓഫീസ് എന്താ, ഇന്ന സ്ഥലമാണെന്നില്ല, വിദ്യാഭ്യാസം ഉണ്ടല്ലോ, വിദ്യാഭ്യാസം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും മറുപടി ഞാൻ പറഞ്ഞു. ഞാൻ ഇല്ലെന്ന് പറയണില്ല, ഇത്രയും മറുപടി തന്നെ പറഞ്ഞു. അപ്പം അതൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ബാഡായിട്ട് സംസാരിച്ച്, ഞാൻ തിരിച്ചും ബാഡായിട്ട് സംസാരിച്ചു. അവിടെ അത്രയും ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വിട്ടു. ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒന്നും പിന്നെ ഇതാക്കാനൊന്നും നിന്നില്ല, മിണ്ടാതിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ മൊഴി സാധാരണ മൊഴി എടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യം ബ്രീഫ് ചെയ്യുക, നമ്മൾ വിവരിച്ചു കൊടുത്തിട്ട് അവരത് നോട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡി പോലീസ് എഴുതി വേറൊരു സാറ് സംസാരിച്ചു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് ഞാൻ അതിന്റെ ഇടയിൽ ഞാനത് തിരുത്തുന്നുണ്ട്, സാർ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ പോവുക, അങ്ങനെയൊക്കെ ഞാൻ തിരുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഭാഷ. ഞാൻ മലയാളത്തിൽ നല്ല മാർക്കോട് കൂടിയാണ് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളത്. മലയാള വിഷയത്തിന് ഫസ്റ്റ് ലാംഗ്വേജ് ആണെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും മലയാളത്തിന് ഞാൻ നല്ല മാർക്കോട് കൂടി പാസ് ചെയ്തു. അപ്പൊ ഒരു വാക്കുകൾ സെന്റൻസ് ആക്കുമ്പോൾ ഏത് രീതിയിൽ എഴുതണം എന്നുള്ളതും എനിക്കറിയാം. അവരെയും കാട്ടി നന്നായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൽ. പക്ഷെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞതല്ല, അവരാണ് പറഞ്ഞത്. അതിന്റെ ഇടയിൽ 1-2 തവണയൊക്കെ ഞാൻ തിരുത്തി കൊടുത്ത്, അത്രയും ഉണ്ടായി. എന്നിട്ട് അത് ഓക്കെ വെച്ച് അത് ഇതാക്കി. പിന്നെ ലാസ്റ്റ് മൊഴി എടുത്ത് അതിന്റെ ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ എന്നിട്ടും അവര് ചിലതൊക്കെ എനിക്ക് ഞാൻ പറയണ പോലെ എഴുതിയില്ല അവര് ചിലതൊക്കെ. എന്നിട്ട് അവര് എൻ്റെ അടുത്ത് പേപ്പർ ആ ഒരു മൊഴി എടുത്ത ഇതില് എല്ലാം വായിച്ചു നോക്കിയിട്ട് പേര് എഴുതി സൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചു നോക്കി. ഞാനപ്പോൾ ഇന്ന പോലെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞായിരുന്നു. എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞാൽ ഷോൾഡറിന്റെ പൊട്ടിയതൊക്കെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. അല്ല, ഷോൾഡറിന്റെ അല്ല, കണ്ണിന്റെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ മെൻഷൻ ചെയ്തില്ലായിരുന്നു. അത് പിന്നെയാണ് മെൻഷൻ ചെയ്തത്. എന്നിട്ട് അത് മതിയെന്നും പറഞ്ഞിട്ട് അവർ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാനത് പേര് എഴുതി ഒപ്പിട്ട് അങ്ങോട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചെല്ലാം കഴിഞ്ഞല്ല. പിന്നെ അത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ പുള്ളി 4000 പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പിന്നെ സ്പോട്ട് മെഷർമെന്റ് എടുക്കാൻ പോയി. സ്പോട്ട് മെഷർമെന്റ് എടുക്കാൻ പോയ സമയത്ത് ഈ പുള്ളിയും കൂടി ചാടി കയറി വണ്ടിയിലിരുന്ന് പുള്ളിയും പറഞ്ഞു പുള്ളീനെ അവിടെ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് അവിടുന്ന് ആ വഴി എന്നെ ബസ് കയറി പോയിക്കൊള്ളാനാണ് പറഞ്ഞത്, കാരണം വണ്ടിയില്ലല്ലോ. അപ്പം ഞാൻ ബാഗും ഹെൽമെറ്റും എല്ലാം എടുത്തിട്ടാണ് വന്നത്. എന്നിട്ട് അവര് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് കഴിയണതിന് മുമ്പ് തന്നെ പുള്ളി ബസ്സിന് പോകാനായിട്ടാണല്ലോ നിന്നത്. ബസ്സൊന്നും വന്നില്ല. അപ്പോൾ ഓട്ടോയ്ക്ക് കൈ കാണിച്ചപ്പോഴത്തേക്കും ഓട്ടോ ചിലതൊന്നും ആ പുള്ളി പോണ സ്ഥലത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഒരു കാർ വന്നപ്പോഴത്തേക്ക് പുള്ളി ആ SI സാറിൻ്റെ അടുത്ത് പറയുക, സാറേ എന്നൊന്ന് ഈ വണ്ടിയിലൊന്ന് കയറ്റി വിട്ടേക്കൊന്ന്. അപ്പോഴത്തേക്ക് സാറ് നേരെ വന്നിട്ട് കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് പുള്ളീനെ അങ്ങ് കയറ്റി വിട്ട്. അപ്പം കൈ കാണിച്ചപ്പോഴത്തേക്കും ആ വണ്ടിയിൽ ആൾക്കാരുണ്ടായിരുന്നു, ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ വിട്ട്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു വണ്ടി ബാക്കിൽ വന്നായിരുന്നു. ആ വണ്ടീനെ കൈ കാണിച്ചിട്ട് ഈ പുള്ളീനെ ഇന്ന സ്ഥലത്ത് ഇറക്കി വിട്ടേക്കിട്ടാന്ന് പറഞ്ഞിട്ട് സാറായിട്ട് കയറ്റി വിട്ടു. എന്നിട്ടാണെങ്കിൽ എന്നെ ബസ് കയറ്റി വിട്ടൂല്ല, എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടൂല്ല. നേരെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എന്നെ നടത്തിച്ചാണ് പോയത്. എന്നെ വിട്ടത് പിന്നെയും കുറെ നേരം പോലീസ് സ്റ്റേഷനിൽ നിർത്തി FIR വാങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ FIR ഞാൻ നമ്പർ സാറിന് ഞാൻ ഇസ്മാൽ എന്ന് പറഞ്ഞ സാറിന് ഞാൻ ഈ RC ബുക്കിന്റെ കോപ്പിയും ഇൻഷുറൻസിന്റെ കോപ്പിയൊക്കെ അയക്കാണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു സാറിന്റെ അടുത്ത് നിന്ന് നമ്പർ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇല്ല പറ്റത്തില്ല FIR വാങ്ങിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിർത്തിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് FIR തന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് വിട്ടത്. 3:30-4 മണിയായി എന്നെ അവിടെ നിന്ന് വിട്ടിട്ട്. അവർക്കൊരു മനസ്സാക്ഷി ഉണ്ടാവും. ഞാൻ കൊച്ചി വരെ പോണേണ്, ഒരു പെൺകുട്ടിയാണ്, ഒരു മനസ്സാക്ഷി ഇല്ല. എന്നെ ശരിക്കും വലിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എന്നെ മനഃപൂർവ്വം അവിടെ ഇത്രയും സമയം എന്നെ അവിടെ ഇരുത്തി ഇതാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എന്നിട്ട് ആ വെയിറ്റുള്ള ബാഗും വെച്ചിട്ട് ഞാൻ നടന്നാണ് പോയത് ബസ് സ്റ്റോപ്പിലേക്ക്. അത്രയും ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക്. ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു സപ്പോർട്ട് പോലും ഉണ്ടായില്ല എനിക്ക്. അയാൾ ഉപ്പുതോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. ആള് ഏതെങ്കിലും ഒരു ഹോൾഡ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ മനസ്സിലായിരുന്നിരുന്നാലും ഇപ്പൊ ഹോൾഡ് ഇല്ലാത്ത എനിക്ക് എന്താണ് അവിടെ, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ? നമുക്കും എന്ത് ഈ പോലീസും കോടതിയൊന്നും നമുക്കും ഇല്ലേ? എന്താ നമുക്ക് വേണ്ടി പ്രവർത്തിക്കൂലേ? നമുക്ക് വേണ്ടി സംസാരിക്കത്തില്ലേ? എനിക്കറിയാൻ പാടില്ല.
നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഈ 4000 രൂപ പറഞ്ഞിട്ട് ഞാൻ ഓക്കെ വെച്ചില്ല, കേസ് കൊടുത്തിട്ട് എന്നെ ഇത്രയും നേരം വിട്ട് നിർത്തിച്ചത് ഇതൊക്കെ മോശമാണോ അല്ലയോ? നിങ്ങൾ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ ഒരു 10 രൂപ പോലും എടുക്കാനില്ലായിരുന്നു ക്യാഷ് ആയിട്ട്. അക്കൗണ്ടിലെ ക്യാഷ് ഉണ്ടായിരുന്നുള്ളൂ. ഈ പൈസ പോലും ഇല്ലാണ്ട് ഒരു ഓട്ടോ പോലും വിളിക്കാൻ പറ്റാണ് ഞാൻ ആ വീട്ടിലുള്ള ബാഗും വെച്ച് ഈ വേദനയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ആ ബാഗും തൂക്കി ഞാൻ ആ ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ നടന്നു പോയേക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, അത്രയും ബുദ്ധിമുട്ടായി പോയി എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ സ്പോട്ട് മെഷർമെന്റ് എടുക്കാൻ പോയ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് അവിടുത്തെ താഴെ ഉണ്ടായിരുന്ന വീട്ടുകാരിൽ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ വന്നപ്പോൾ ആ ചേട്ടനെ സാക്ഷിയായിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട് SI സാറ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ പുള്ളി എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് തിരിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ പുള്ളി വരെ സപ്പോർട്ട് ചെയ്തിട്ട് അയാളുടെ അടുത്താണ്, അയാളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പുള്ളി വരെ സംസാരിച്ചത്. അങ്ങനെ ആ പുള്ളി ഞാനും തമ്മിൽ കുറച്ച് സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ SI സാറ് വന്നിട്ട് സാക്ഷി ആ പുള്ളീനെ വന്ന് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുത്ത് വെച്ച് വേറെ ആരൊക്കെ ഉണ്ടായിരുന്ന സാക്ഷികൾ. ഞാൻ പറഞ്ഞു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ആരൊക്കെയോ കൂടിയിട്ടുണ്ടായിരുന്ന ആ ആക്സിഡന്റ് നടന്ന സമയത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേങ്കിൽ എന്നോട് ഞാൻ ആരെയും കണ്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോൾ പറയുവാണ് എനിക്കെന്താ ബോധമില്ലായിരുന്നാന്ന്. അപ്പൊ അത് എന്നെ ഒരുമാതിരി പരിഹസിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുക എനിക്കെന്താ ബോധമില്ലായിരുന്നാന്ന്, ബോധം കെട്ട് കിടക്കുമായിരുന്നാന്ന്. അപ്പൊ ഞാൻ കാണാത്ത കാര്യം പിന്നെ എങ്ങനെ ഞാൻ പറയാ, എനിക്ക് അറിഞ്ഞുകൂടെ ആരാ വന്നാന്ന്, വഴി കൂടെ യാത്ര ചെയ്തവരാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അതേ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ പുള്ളി എന്താ ബോധമില്ലെന്ന്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പുള്ളിയുടെ ഒരു ഇത് വെച്ചിട്ട് ഞാനപ്പോ എന്നെ ഹോസ്പിറ്റലിൽ ഫസ്റ്റത്തെ ഹോസ്പിറ്റലിൽ എന്റെ കൂടെ വന്ന വഴി വെച്ച് കണ്ട ആ ചേച്ചി, അതായത് ആക്സിഡന്റ് നടന്നപ്പോ കണ്ട ആ ചേച്ചീനെ ഹോസ്പിറ്റലിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചീന്റെ നമ്പർ ഉണ്ടായിരുന്നു. ആ ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. വനിതാ പോലീസ് അടുത്തുണ്ട്. അപ്പൊ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് എന്റെ വിഷമം കൊണ്ട് ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു. അവിടുത്തെ ആ സാറുമാര് വരെ എന്നെ കളിയാക്കിയിട്ടാണ് സംസാരിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണല്ല, എനിക്കൊരു രീതിയിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ എന്നെ പരിഹസിച്ചിട്ടൊക്കെയാണ് സാറ് പോയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ വനിതാ പോലീസ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ എന്റെ അടുത്ത് ആ സമയത്തൊന്നും വേണ്ടിയിട്ടില്ലേ. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു വന്ന സമയത്ത് വനിതാ പോലീസ് ഈ സാക്ഷിയുടെ ആള് വന്നതിന് ശേഷം എന്റെ അടുത്ത് പറയുക എന്താണ്, അവിടെ വാക്ക് സംസാരം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറയുക പിന്നെ സാറിന്റെ പ്രകൃതം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ സാറിനെ പൊക്കിയിട്ട് എന്റെ അടുത്ത് സംസാരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഹേയ് ഒരിക്കലും ഇല്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അങ്ങനെയാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞു. പഴഞ്ചൊല്ല് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെയാണ് തിരിച്ചും എന്നുള്ള രീതിയിലാണ് ഞാൻ മറുപടി കൊടുത്തത്. കാരണം എനിക്ക് ആ ഒരു ലെവലിൽ നിന്നാൽ മതി. അതിപ്പോ ഇവരോടൊന്നല്ല, പോലീസിനോടല്ല, ആരോടാണെങ്കിലും എനിക്ക് എന്റെ മനോഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. അതിപ്പോ ഞാൻ ആരുടെ മുമ്പിലാണെങ്കിലും ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയും, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഒരു സംഭവം. ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന അപ്രോച്ചിങ് വെച്ചിട്ട് ഞാൻ ഇവർക്ക് തിരിച്ച് എന്നെ കളിയാക്കി എല്ലാം ചെയ്ത് ഇവർക്ക് ഞാൻ എങ്ങനെ തിരിച്ച് മതിപ്പ് കൊടുക്കുക? നിങ്ങൊന്ന് പറയും. ഞാൻ ഇത്രയും പറഞ്ഞില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു തെറ്റ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും. എനിക്കറിയാൻ പാടില്ല ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നാനുള്ള കാരണം എനിക്കിപ്പം നീതി കിട്ടിയിട്ടില്ല എന്നാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലും ഒരു സാധാരണക്കാരന് കിട്ടേണ്ട നീതി കിട്ടിയിട്ടില്ല. അതേസമയം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് സംരക്ഷണവും ആൾക്ക് ആനുകൂല്യങ്ങളും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം ഞാൻ ഈ ഒരു ഒറ്റൊരു കാരണം കൊണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നത്. കാരണം ഇതുപോലെ എത്ര സാധാരണക്കാർ, എത്ര ആളുകൾ നമുക്കിപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ. ഒന്നും ഒരു ചെറിയൊരു രീതിയിൽ പോലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയും പ്ലീസ്. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് ചോദിക്കാൻ വരാറില്ല. ഞാനിപ്പോ സംസാരിച്ച ആൾക്കാരൊക്കെ ഞാൻ ചെയ്തതിൽ തെറ്റില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് പറയാൻ? നിങ്ങളൊന്ന് പറയും.